നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ജോസ് പുത്തൻകാല കോട്ടയം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയം 7 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. പൊൻകുന്നത്തിന്റെ മനം നിറഞ്ഞ് കുംഭകുട നൃത്തം. വിവിധ വർണ്ണക്കാവടികളും വാദ്യമേളങ്ങളും അകമ്പടിയായി പുതിയകാവ് ദേവീക്ഷേത്രത്തിലെ തിരുവുത്സവം സമാപനത്തിൽ. കോട്ടയം ജനറൽ ആശുപത്രി കോമ്പൗണ്ടിലെ റോഡിന്റെ പണികൾ നിലച്ചു. കുറച്ചു ഭാഗം കോൺക്രീറ്റ് ചെയ്തത് 1.5 മാസം മുൻപ്. പ്രതിഷേധം ശക്തം. വാർത്തകൾ വിശദമായി. ജോസ് പുത്തൻകാല കോട്ടയം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്. 7 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജോസ് പുത്തൻകാല തെരഞ്ഞെടുക്കപ്പെട്ടത്. കേരള കോൺഗ്രസ് എം പ്രതിനിധിയാണ്. ജോസ് പുത്തൻകാല കോട്ടയം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്. 7 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജോസ് പുത്തൻകാല തെരഞ്ഞെടുക്കപ്പെട്ടത്. രാവിലെ നടന്ന ജില്ലാ പഞ്ചായത്ത് യോഗത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ബീന പി ആനന്ദ് വരണാധികാരിയായി. ജോസ് പുത്തൻകാലയ്ക്ക് 14 വോട്ടും റെജി എം ഫിലിപ്പോസിന് 7 വോട്ടും ലഭിച്ചു. കടുത്തുരുത്തി ഡിവിഷനിൽ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് അംഗമാണ് ജോസ് പുത്തൻകാല. കേരള കോൺഗ്രസ് എം കക്ഷി പ്രതിനിധിയാണ്. കടുത്തുരുത്തി മാന്നാർ സ്വദേശിയാണ്. അഡ്വക്കേറ്റ് ശുഭേഷ് സുധാകരൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ജോസ് പുത്തൻകാല എന്ന ഞാൻ നിയമാനുസൃതം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പൊൻകുന്നം പുതിയകാവ് ദേവീക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന്റെ ഭാഗമായി കുംഭകുട നൃത്തം നടന്നു. വിവിധ വർണ്ണങ്ങളിലും വലിപ്പത്തിലുമുള്ള അലങ്കാര കാവടികളും കാവടി ഘോഷയാത്രയെ വർണ്ണാഭമാക്കി. പൊൻകുന്നം പുതിയകാവ് ദേവീക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന്റെ ഭാഗമായി കുംഭകുട നൃത്തം നടന്നു. അട്ടിക്കൽ, തോണിപ്പാറ, ഇടത്തംപറമ്പ്, മഞ്ഞപ്പള്ളിക്കുന്ന്, മൂലകുന്ന്, കോയിപ്പള്ളി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് കുംഭകുട ഘോഷയാത്രകൾ ക്ഷേത്രത്തിൽ എത്തിയത്. ദാരിക നിഗ്രഹത്തിന് ശേഷം ഭദ്രകാളി സന്തോഷാധിക്യത്താൽ ചെയ്ത നൃത്തത്തെയാണ് കുംഭകുട നൃത്തം കൊണ്ട് സൂചിപ്പിക്കുന്നത്. കുംഭകുട നൃത്തത്തോടനുബന്ധിച്ച് വിവിധ രൂപത്തിലും വർണ്ണങ്ങളിലുമുള്ള കാവടികളും ഉണ്ടായിരുന്നു. ചോറ്റിക്കാവടികളും ദേവിയുടെ വിവിധ ഭാവങ്ങൾ ഉൾക്കൊള്ളിച്ച് നിർമ്മിച്ച കാവടികളും കൂടിയാടി. ഗരുഡൻ പറവകളും ചെണ്ടമേളവും ഘോഷയാത്രയ്ക്ക് അകമ്പടി തീർത്തു. നിരവധി പേരാണ് പുതിയകാവിലമ്മയ്ക്ക് മുന്നിൽ ശൂലക്കാവടിയാടിയത്. വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തിയ ഘോഷയാത്രകൾ ഒന്നിനു പുറകെ ഒന്നായി ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചു. തുടർന്ന് അഭിഷേകം നടന്നു. തിരുവുത്സവ ആഘോഷത്തോടനുബന്ധിച്ച് പൊൻകുന്നം ടാക്സി ഡ്രൈവേഴ്സ് ചാരിറ്റബിൾ സൊസൈറ്റി ഒരുക്കിയ ദേവതാ നൃത്തം വേറിട്ട അനുഭവം സമ്മാനിച്ചു. കാളി ദാരിക യുദ്ധമായിരുന്നു പ്രമേയം. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കോട്ടയം ജനറൽ ആശുപത്രി കോമ്പൗണ്ടിലെ റോഡിന്റെ പണികൾ ഇഴയുന്നു.
1.5 മാസം മുൻപ് 44 മീറ്റർ ഭാഗം മാത്രം കോൺക്രീറ്റ് ചെയ്തെങ്കിലും ബാക്കി പണികൾ മുടങ്ങിക്കിടക്കുകയാണ്. കോട്ടയം ജനറൽ ആശുപത്രി കോമ്പൗണ്ടിലെ 2ാം കവാടത്തിലേക്കുള്ള റോഡിന്റെ നവീകരണ ജോലികൾ നിലച്ചു. വർഷങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞു കിടന്നിരുന്ന റോഡ് 2 മാസം മുമ്പാണ് നവീകരണം തുടങ്ങിയത്. ആശുപത്രിയിലേക്ക് മരുന്നുകൾ കൊണ്ടുവരുന്നതും ചെല്ലിയൊഴുക്കം ഭാഗത്തുകൂടി വരുന്ന രോഗികൾ എത്തുന്നതും ഈ റോഡിലൂടെയാണ്. 1.5 മാസം മുമ്പ് റോഡിന്റെ 44 മീറ്റർ താഴെഭാഗം കോൺക്രീറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം ഇന്നുവരെ യാതൊരു പണികളും നടന്നിട്ടില്ല. ബാക്കി പണികൾ നിർത്തിവെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ലെന്ന് ആശുപത്രി വികസന സമിതി അംഗം PK ആനന്ദക്കുട്ടൻ പറഞ്ഞു. കോട്ടയം ജനറൽ ആശുപത്രിയിൽ കുറേ നാളായി അനിശ്ചിതത്വത്തിലേക്ക് നിൽക്കുന്ന ഒരു വഴിയുടെ കാര്യം വളരെ പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ജനങ്ങൾക്ക്. എന്നാൽ അത് ഏതാണ്ട് 1.5 മാസക്കാലമായിട്ട് ഇപ്പോൾ അത് സ്തംഭനാവസ്ഥയിലാണ്. ഏതാണ്ട് 44 മീറ്റർ താഴേന്ന് അത് കോൺക്രീറ്റ് ചെയ്ത് വെച്ചെങ്കിലും ബാക്കിയുള്ള പണി തുടരാത്തത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല. പക്ഷേ അവിടെ ഇപ്പോഴും അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആ അപകടങ്ങൾ ഒഴിവാക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ആ വഴി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ടാർ ചെയ്ത് പൂർത്തീകരിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ജില്ലാ പഞ്ചായത്തിൽ നിന്നും റോഡിന്റെ പണികൾക്കായി 10 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലാ KM മാണി മെമ്മോറിയൽ ജനറൽ ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തതായി പരാതി. ആശുപത്രിയിൽ 3 സർജൻമാരുടെ ഒഴിവുള്ളിടത്ത് ഇപ്പോൾ സൂപ്രണ്ടിന്റെ ചുമതല കൂടി വഹിക്കുന്ന ഡോക്ടർ പ്രശാന്ത് മാത്രമാണ് ഉള്ളത്. പാലയിലെയും പരിസര പ്രദേശങ്ങളിലെയും രോഗികളുടെ ഏക ആശ്രയമായ പാലാ KM മാണി മെമ്മോറിയൽ ജനറൽ ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലാതെ വലയുന്നു. ആധുനിക സൗകര്യങ്ങൾ, രോഗനിർണയ പരിശോധനകൾ, ബഹുനില മന്ദിരം എന്നിവയെല്ലാം ഉണ്ടെങ്കിലും ആവശ്യത്തിന് ഡോക്ടർമാരില്ലാതെ വലയുകയാണ് ഈ ആതുരാലയം. ദിവസേന 100 കണക്കിന് രോഗികളാണ് ഇവിടെ ചികിത്സ തേടിയെത്തുന്നത്. 3 സർജന്മാരുടെ ഒഴിവുള്ള ഇവിടെ ആശുപത്രി സൂപ്രണ്ടിന്റെ ചുമതല കൂടി വഹിക്കുന്ന ഡോക്ടർ പ്രശാന്ത് മാത്രമാണ് ശസ്ത്രക്രിയക്കായി ഉള്ളത്. അധിക ജോലിഭാരം കാരണം ഡോക്ടർ പ്രശാന്ത് തലകറങ്ങി വീണ സംഭവവും ഉണ്ടായിട്ടുണ്ട്. വിഷയം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയിൽ ഉന്നയിച്ചെങ്കിലും ശാശ്വത പരിഹാരം ഇനിയും ഉണ്ടായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പാലാ. പാമ്പാടി ഗ്രാമപഞ്ചായത്തിന്റെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. വനിതകൾക്കും യുവജനങ്ങൾക്കും മുൻതൂക്കം കൊടുത്തുള്ള പദ്ധതികൾ ഉൾപ്പെടുത്തിയാണ് ബജറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. സമസ്ത മേഖലയ്ക്കും പ്രാധാന്യം നൽകി പാമ്പാടി ഗ്രാമപഞ്ചായത്തിന്റെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. 31,83,90,782 രൂപ വരവും 26,93,40,982 രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് P. ഹരികുമാർ അവതരിപ്പിച്ചത്. വനിതകൾക്കും വയോജനങ്ങൾക്കും മുൻതൂക്കം കൊടുത്തുള്ള ബജറ്റാണിത്. വനിതാ ഫിറ്റ്നസ് സെന്റർ, ലാബ് ടെസ്റ്റ്, കരാട്ടെ പരിശീലനം, വനിതാ കലാമേള തുടങ്ങിയ ഉൽപാദന സേവന പശ്ചാത്തല മേഖലകൾക്ക് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി കൂരോപ്പട പഞ്ചായത്തിനെ മാലിന്യമുക്തമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമായി നടന്നുവരുന്നു. ഇതിന്റെ ഭാഗമായി പഞ്ചായത്തിലെ 12ാം വാർഡിൽ എല്ലാ കുടുംബങ്ങൾക്കുമായി പ്ലാസ്റ്റിക് ശേഖരിക്കുന്നതിനായി ബിന്നുകൾ വിതരണം ചെയ്തു. SN പുരം അമ്പലം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ വാർഡ് മെമ്പർ ആശാ ബിനു വിതരണോദ്ഘാടനം നിർവഹിച്ചു. മെമ്പർമാരായ ഷീല മാത്യു, PS രാജൻ, VEOമാരായ അലക്സ്, രാജേഷ്, ഉദ്യോഗസ്ഥരായ ടോബിൻ, ആദർശ്, ADS പ്രസിഡന്റ് ബിൻസി തുടങ്ങിയവർ പങ്കെടുത്തു. എല്ലാ പ്ലാസ്റ്റിക്കുകളും ക്ലീൻ ആക്കി വേണം ഈ ബിന്നിലേക്ക് ഇടാനായിട്ട്. കാരണം നമ്മുടെ ഹരിതകർമ്മസേന 17 വാർഡിലുള്ള ഹരിതകർമ്മസേനാംഗങ്ങൾ ഇപ്പോൾ നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ചാക്കിനകത്തേക്ക് എല്ലാവരും ഓരോ പാർട്സൽ ഇടുകയാണ്. അത് പക്ഷേ തരംതിരിക്കാനായിട്ട് എടുക്കുമ്പോഴാണ് അവരെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പൂജിക്കേണ്ടതാണ്. കാരണം അവർക്ക് ഈ ഒരു വീട്ടിൽ നിന്ന് കിട്ടുന്ന 50 രൂപ കിട്ടുന്നു, ഞാൻ 50 രൂപ കൊടുക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ അത് വലിയ കാര്യത്തോടെ നമ്മൾ ചിന്തിക്കും. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഈ വീടുകളിൽ നിന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇത് തരംതിരിക്കുന്ന സമയത്ത് ഇതിനകത്ത് പല പല സംഗതികളാണ് കാണുന്നത്. അവർ നമ്മളെപ്പോലുള്ള മനുഷ്യരാണ് അവരിത് തരംതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത് നമ്മൾ കണക്കിലെടുക്കണം. അതുകൊണ്ട് ക്ലീൻ ആയിട്ടുള്ള പ്ലാസ്റ്റിക്കുകൾ മാത്രമേ നമ്മൾ ഇതിലേക്ക് ഇടാവുള്ളൂ എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിക്കുകയാണ്. കുടുംബശ്രീയുടെ നഗരചന്ത പാലായിൽ പ്രവർത്തനം തുടങ്ങി. കുടുംബശ്രീ സംഘകൃഷി ഗ്രൂപ്പുകളുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇവിടെ ലഭിക്കും. കുടുംബശ്രീ സംഘകൃഷി ഗ്രൂപ്പുകളുടെ കാർഷിക ഉൽപ്പന്നങ്ങളും കുടുംബശ്രീ സംരംഭകരുടെ ഗുണമേന്മയേറിയ തനതുൽപ്പന്നങ്ങളും നഗരപ്രദേശങ്ങളിൽ എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന കുടുംബശ്രീയുടെ നഗരചന്ത പാലായിൽ പ്രവർത്തനം ആരംഭിച്ചു. തെക്കേക്കര ഷോപ്പിംഗ് കോംപ്ലക്സ് കോമ്പൗണ്ടിൽ ആരംഭിച്ച നഗരചന്ത പാലാ നഗരസഭാ ചെയർമാൻ ഷാജു വി തുരുത്തൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ
ഇപ്പോഴത്തെ മൂന്നാമത്തെ സംരംഭമായ ഈ ചെറിയ സ്ഥാപനം ഭംഗിയായി മാറട്ടെ. ഇത് മറ്റ് വാർഡുകളിലൂടെ വരുവാനുള്ള ഒരു സാഹചര്യം കണ്ട് മനസ്സിലാക്കാൻ കൂടിയാണ്. അത് ഭംഗിയായി വളർച്ച മാത്രം പ്രാർത്ഥിക്കുന്നു. ഈ ചെറിയ സംരംഭത്തിന് എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും നടത്തുന്നുണ്ട്. നഗരസഭ വൈസ് ചെയർപേഴ്സൺ ലീന സണ്ണി, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സാവിയോ കാവുകാട്ട്, മായ പ്രദീപ്, കൌൺസിലർ ബൈജു കൊല്ലംപറമ്പിൽ, CDS ചെയർപേഴ്സൺ ശ്രീകല അനിൽകുമാർ, കുടുംബശ്രീ ജില്ലാ മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ അനൂപ് ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. കുടുംബശ്രീ സംഘകൃഷി ഗ്രൂപ്പുകളുടെ കാർഷിക ഉൽപ്പന്നങ്ങളും ജില്ലയിലെ വിവിധ കുടുംബശ്രീ സംരംഭകരുടെ തനത് ഉൽപ്പന്നങ്ങളും മിതമായ നിരക്കിൽ ചന്തയിൽ നിന്നും ലഭിക്കും. ന്യൂസ് ബ്യൂറോ, പാലാ. അറിയിപ്പ്. പള്ളിക്കത്തോട് KR നാരായണൻ നാഷണൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആൻഡ് ഡയറക്ഷൻ വകുപ്പിൽ ഡെമോൺസ്ട്രേറ്ററുടെ താൽക്കാലിക ഒഴിവുണ്ട്. യോഗ്യത: അംഗീകൃത സർവകലാശാലയിൽ നിന്നും മൾട്ടിമീഡിയ, മാസ് കമ്മ്യൂണിക്കേഷൻ, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, BA, MA ബിരുദം അല്ലെങ്കിൽ ബന്ധപ്പെട്ട വിഷയത്തിൽ ഡിപ്ലോമ, PG ഡിപ്ലോമ, ബന്ധപ്പെട്ട മേഖലയിൽ 5 വർഷത്തെ പ്രവൃത്തി പരിചയം. താൽപ്പര്യമുള്ളവർ വിശദമായ ബയോഡേറ്റയും സർട്ടിഫിക്കറ്റുകളുമായി 21 പകൽ 11 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഹാജരാകണം. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിൽ അക്രഡിറ്റഡ് എഞ്ചിനീയർ ഓവർസിയർ നിയമനത്തിന് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട സിവിൽ എഞ്ചിനീയറിംഗിൽ ബിരുദം, BTech, ഡിപ്ലോമ, ITI യോഗ്യതയുള്ളവർക്കായി അഭിമുഖം നടത്തുന്നു. 19 പകൽ 11 കാഞ്ഞിരപ്പള്ളി ATDP ഓഫീസിലാണ് ഇന്റർവ്യൂ. പ്രായപരിധി 21-നും 35-നും ഇടയിൽ. ജാതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രായം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളായി വേണം ഹാജരാവാൻ. കോട്ടയം ചിത്രദർശന ഫിലിം സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ദർശന സാംസ്കാരിക കേന്ദ്രത്തിൽ 3 മാസത്തെ ഫിലിം ആക്ടിംഗ് കോഴ്സ് ആരംഭിക്കുന്നു. മാർച്ച് ആദ്യവാരം ക്ലാസുകൾ ആരംഭിക്കും. സിനിമാ മേഖലയിലുള്ള പ്രശസ്തർ ക്ലാസുകൾ നേതൃത്വം നൽകും. പങ്കെടുക്കുന്നവരുടെ പേരുകൾ ഫിലിം ആർട്ടിസ്റ്റ് ഡാറ്റാ ബാങ്കിൽ രജിസ്റ്റർ ചെയ്യും. താൽപ്പര്യമുള്ളവർ ഉടൻ ബന്ധപ്പെടുക. ഫോൺ 9188520400. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജോസ് പുത്തൻകാല കോട്ടയം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയം 7 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. പൊൻകുന്നത്തിന്റെ മനം നിറഞ്ഞ കുംഭകുട നൃത്തം. വിവിധ വർണ്ണക്കാവടികളും വാദ്യമേളങ്ങളും അകമ്പടിയായി പുതിയകാവ് ദേവീക്ഷേത്രത്തിലെ തിരുവുത്സവം സമാപനത്തിൽ. കോട്ടയം ജനറൽ ആശുപത്രി കോമ്പൗണ്ടിലെ റോഡിന്റെ പണികൾ നിലച്ചു. കുറച്ചു ഭാഗം കോൺക്രീറ്റ് ചെയ്തത് 1.5 മാസം മുൻപ്. പ്രതിഷേധം ശക്തം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.